ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉഷസ് ഫുഡ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ഹാൻഡിയാണ്. വ്യത്യസ്തമായ ഒരു രുചിയാണ് ഈ ചിക്കൻ കറിക്കുള്ളത്. വളരെ ടേസ്റ്റിയാണിത്. ഭക്ഷണപ്രിയർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങാം. ഇതിനായി 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കണം. നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് വെജിറ്റബിൾ ഓയിലിൻ്റെ അളവ് 3 ടേബിൾ സ്പൂൺ ആക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള നേരിയതായിട്ട് വേണം അരിയാൻ. നന്നായി മൂക്കണം. ഇത് നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റണം. ബിരിയാണിക്ക് സവാള നമ്മൾ വറുത്തിടുമല്ലോ, ആ പരുവം. സവാള കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളിയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല പഴുത്തതായിരിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. തക്കാളി ചെറുതായി വഴന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയും ജീരകവും എല്ലാം ഒന്ന് ചൂടാക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചതച്ചെടുക്കാം. മല്ലി ചെറുതായി ഒന്ന് വഴന്നു തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. മല്ലിയും ജീരകവും നന്നായി മൂത്തു വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. അതിനുശേഷം ഇതിലേക്ക് 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്ത് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗ്രേവി എല്ലാം ചിക്കനിൽ നന്നായി മിക്സ് ആവണം. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം. മൂടി വെച്ച് വേണം വേവിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ചിക്കൻ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിനു മുന്നേ ഞാൻ ചിക്കൻ ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് ഇന്നത്തെ നമ്മുടെ ചിക്കൻ കറി. ഇപ്പോൾ ചിക്കൻ ഏകദേശം ഒരു 80% വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 200 ഗ്രാം തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുളിയില്ലാത്ത തൈര് നോക്കി വേണം എടുക്കാൻ. അതിനുശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൈരും ചിക്കനും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് സമയം മാത്രം മൂടി വെച്ചാൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് മതിയാവും. അപ്പോൾ നന്നായി എണ്ണയെല്ലാം തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. ഉപ്പ്
ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് സ്റ്റൗ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് എണ്ണയെല്ലാം തെളിയുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കണം. ഇപ്പോൾ എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഹാൻഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. കിടിലൻ ടേസ്റ്റാണ് ഇതിന്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ.